ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ജനവിഭാഗങ്ങളെ ആകെ കരയിപ്പിച്ച സംഭവങ്ങളിൽ ഒന്ന് ഗാന്ധിജിയുടെ വധമായിരുന്നു. ഗാന്ധി വധത്തിന് ശേഷം നാം സഞ്ചരിച്ച പാതകൾ, പ്രതിസന്ധിയുടേതായിട്ടുള്ള നിരവധിയായ അന്തരീക്ഷങ്ങൾ, ഇന്ത്യയിലെ ഗ്രാമീണ ജനവിഭാഗം നടത്തിയ തീവ്രമായിട്ടുള്ള സമരങ്ങൾ, അതിൻ്റെ ഒന്നും വിശദാംശത്തിലേക്ക് ഞാൻ പോവുകയില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോഴധികാരത്തിലിരിക്കുന്ന BJP-യുടെ ഗവൺമെന്റ് അവർ അവതരിപ്പിച്ച പുതിയതായ നിയമം ജി റാംജി ബിൽ, ആ ബില്ല് രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് വിശദാംശങ്ങളില്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജി റാംജി ജി, അതിനു മുമ്പ് BB ചേർത്തിട്ടുണ്ട്. വികസിത് ഭാരത്, റോസ്കറിനും പണിക്കും സ്വന്തം ജീവിതത്തിനുള്ള മറ്റൊരു ശേഷം റാം എന്ന് ചേർക്കുന്ന റോസ്കർ ആൻഡ് ഗ്രാമീൺ ഭാരതിന്റെ ജിയും ചേർത്ത് അവസാനം ചേർത്ത് ജി റാംജി എന്ന് നമ്മളെ പഠിപ്പിക്കാൻ നോക്കുന്ന ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. എന്താണ് ജി റാംജിയുടെ ഉള്ളടക്കം? ജി റാംജി അവതരിപ്പിക്കുന്ന വേളയിൽ അവർ രാജ്യത്തിലെ വിവിധ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്തു. MGNREGയിൽ കിട്ടുന്ന മൻരേഖയിൽ ഇന്ത്യയിലെ സാധാരണക്കാർ വിളിക്കുന്ന നിയമത്തിനകത്ത് കിട്ടുന്നത് 100 തൊഴിൽ ദിനങ്ങളാണെങ്കിൽ ഞങ്ങൾ 125 തൊഴിൽ ദിനങ്ങൾ നൽകാൻ പോവുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. പത്രങ്ങളിലെ വലിയ പരസ്യങ്ങൾ 125 ദിനങ്ങൾ കിട്ടാൻ പോകുന്നു തെറ്റിദ്ധരിച്ച മനുഷ്യർ, ആ തെറ്റിദ്ധരിച്ച മനുഷ്യരിൽ ചിലർ BJP-യോടൊപ്പം ചേർന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയും ഈ രാജ്യത്തുണ്ടായി എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണോ? എന്നാൽ എന്താണ് വസ്തുത? ഈ ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിലെ ജനവിഭാഗങ്ങളോട്, കർഷക തൊഴിലാളികളോട്, തൊഴിലുറപ്പ് തൊഴിലാളികളോടോ, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളോട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? രാജ്യത്തെ ജനജീവിതത്തിന്റെ ആകെ മാർഗരേഖയായി ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ലൈഫ് ലൈൻ പ്രൊജക്ട് എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള MGNREG എന്ന മഹത്തായ ഒരു നിയമത്തെ തകർത്ത് മറ്റൊരു നിയമം രാജ്യത്ത് കൊണ്ടുവരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയുടെ തുടർച്ചയായിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നോ? അല്ല. ഒരു ദിനം പൊടുന്നനെ 1 മണിക്കൂർ പോലും ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങൾക്ക് ചർച്ചയ്ക്ക് അവസരം നൽകാതെ, തയ്യാറെടുപ്പുകൾക്ക് അവസരം നൽകാതെ അവതരിപ്പിക്കപ്പെട്ടുള്ള നിയമത്തിന്റെ പേരാണോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ജി റാംജി എന്നുള്ളത്? എന്തിനായിരുന്നു നിങ്ങൾ MGNREG-യെ തകർത്തത്? ഈ രാജ്യം ഭരിക്കുന്ന BJP എന്തിനാണോ MGNREG എന്ന മഹത്തായ നിയമത്തെ തകർത്തത്? MGNREG എന്ന നിയമത്തിന് മുന്നിൽ ഒരു ചരിത്രമുണ്ടോ? ആ ചരിത്രം പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു നിയമമാണതോ? ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾ നടത്തിയ, ഗ്രാമീണ ജനവിഭാഗം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരത്തിന്റെ തുടർച്ചയിലാണോ MGNREG എന്ന നിയമം രൂപപ്പെട്ടിട്ടുള്ളത്? അത് ഇന്ത്യയിലെ ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിനോ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള നിർണായകമായിട്ടുള്ള സാന്നിധ്യവും, ആ സാന്നിധ്യത്തിന്റെ തുടർച്ചയിൽ 2004-ൽ കോമൺ മിനിമം പ്രോഗ്രാം CMP എന്ന് വിളിക്കപ്പെടുന്ന കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കപ്പെടുന്ന വേളയിൽ ഞങ്ങൾ ഇന്ത്യയിൽ പുതിയൊരു സർക്കാരിനോ UPA സർക്കാരിനോ പിന്തുണ നൽകണമെങ്കിൽ ഞങ്ങൾക്ക് മന്ത്രി പദവികളല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് MGNREG എന്ന ഇന്ത്യയിലെ 100 ദിവസം ഇന്ത്യയിലെ ഗ്രാമീണ ജനവിഭാഗത്തിന് തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് വേണ്ടതെന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോഴാണോ ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ നിയമം രൂപപ്പെട്ടത്? ആ നിയമത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ നിയമം മാത്രമാണോ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ളത്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേരിൽ ഈ രാജ്യത്ത് ഒറ്റ ഒരു നിയമം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. ആ സ്കീമിന്റെ ആക്ട് തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോ അതിനെതിരായി വിവിധ ഘട്ടങ്ങളിൽ രാജ്യത്ത് സമരങ്ങളും ഉയർന്നു വന്നതാണ്. ഈ UPA സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള UPA സർക്കാർ, ആ UPA സർക്കാർ MGNREG പ്രൊജക്ട് മുന്നോട്ട് വെക്കുകയും അതിന്റെ തുടർച്ചയിൽ ഇടതുപക്ഷ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായിരുന്ന ഓരോ ഘട്ടത്തിലും പാർലമെന്റിനകത്ത് ബജറ്റ് വിഹിതം വർദ്ധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ UPA സർക്കാർ പിന്നീട് ഇടതുപക്ഷ പിന്തുണയില്ലാതെ പാർലമെന്റിൽ തുറന്നപ്പോ നാം കണ്ട കാഴ്ച ഓരോ വർഷവും MGNREG-ക്കുള്ള നീക്കിയിരിപ്പിന്റെ കുറവാണ്. ആ കുറവ് 2021-ലേക്ക് എത്തുമ്പോഴേക്ക് 22, 23, 24 കഴിഞ്ഞ് 25-ലേക്ക് എത്തുമ്പോഴേക്ക് അതിഭീകരമായിട്ടുള്ള കുറവായിട്ട് മാറി.
കഴിഞ്ഞ 5 വർഷകാലമായിട്ട് NGNREGA നീക്കിയിരിപ്പ് തുക അതിഭീകരമായ നിലയിലാണ് കുറഞ്ഞത്. 2021 1 ലക്ഷം കോടിയെങ്കിൽ 2025 എത്തുമ്പോഴേക്ക് കേവലം 60,000 കോടിയിലേക്ക് മാറി. ഇവർ പറഞ്ഞു, ഇന്ത്യൻ ഭരണാധികാരികൾ പറഞ്ഞു, ഡിമാൻഡ് ഡ്രിവൺ പ്രൊജക്ട് ആണ്, ആവശ്യത്തിനനുസരിച്ച് പണം നീക്കിവെക്കാൻ പറ്റുന്ന പ്രൊജക്ട് ആണ്. എന്നാൽ 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ തന്നെ NGNREGA തകർക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഞാനും MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം മന്ത്രിയായിരിക്കെ കേന്ദ്രത്തിലെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററെ, അഗ്രികൾച്ചർ മിനിസ്റ്ററെ കാണുന്നതിന് വേണ്ടി കേരളത്തിൽ NGNREGA വിഷയവുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുമ്പോൾ അന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണം നോക്കിയിട്ട് ഗോവിന്ദമാർ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞു, ഇത് തകർക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നുമല്ല അവരുടെ ലക്ഷ്യമെന്ന് സൗഹൃദ സംഭാഷണത്തിന് ശേഷം പുറത്തിറങ്ങി സൗഹൃദ സംഭാഷണത്തിന് ശേഷം പറയുണ്ടായി. അത്രമേൽ തീവ്രമായ നിലയിൽ നമ്മുടെ പദ്ധതിയെ അവർ തകർക്കാൻ നോക്കുകയായിരുന്നു. 2014 വന്നതിന് ശേഷം ഓരോ ഘട്ടവും അവരെടുത്തിട്ടുള്ള സമീപനം നോക്കുക. ആദ്യം 20 പ്രൊജക്ടുകളായി മാറ്റുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് ആവശ്യാനുസരണം പദ്ധതി രൂപപ്പെടുത്താനും ആ പദ്ധതി നടപ്പിലാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ 20 പ്രൊജക്ടുകൾ എന്നതിലേക്ക് മാറ്റി. 20 പ്രൊജക്ടുകൾ മാത്രമാക്കി മാറ്റിയപ്പോ നമ്മുടെ പഞ്ചായത്തുകൾക്ക് തനതായ നിലയിൽ ആവശ്യാനുസരണം പ്രൊജക്ട് ഏറ്റെടുക്കാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോ മറ്റൊരു വിഷയം വന്നു. എന്താണ്? NGNREGA സ്കീമിൽ ഉറപ്പ് കൊടുത്തിരുന്നത് 100 തൊഴിൽ ദിനങ്ങളാണ്. 100 തൊഴിൽ ദിനങ്ങൾ ഗ്യാരണ്ടി കൊടുത്ത പദ്ധതിയാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 50 ദിവസം മാത്രമാണ് ശരാശരി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭ്യമായിട്ടുള്ളത് എന്നാണ്. ഉറപ്പ് കൊടുത്തത് 100, ലഭ്യമായിട്ടുള്ള ശരാശരി തൊഴിൽ 50. അതിനും അപ്പുറത്ത് 20 പ്രൊജക്ടുകൾ മാത്രമാക്കി മാറ്റിക്കൊടുത്തവർ നടപ്പിലാക്കപ്പെട്ട പ്രൊജക്ടുകളുടെ പണം കൊടുക്കുന്ന കാര്യത്തിലും അതിഭീകരമായിട്ടുള്ള കുറവുണ്ടായി. പാർലമെന്റിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കണക്കുകൾ സംബന്ധിച്ചായിരുന്നു, പണവിഹിതം സംബന്ധിച്ചായിരുന്നു. അവർ നൽകിയിട്ടുള്ള ഉത്തരം എന്നുള്ളത് അത്യന്തം വേദനിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുള്ള തുക വട്ടപൂജ്യമായിരിക്കുന്നു എന്നുള്ളത് സമീപകാലത്തെ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടുള്ള ഒരു ഉത്തരമായിട്ട് എന്റെ കയ്യിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഡിമാൻഡ് ഡ്രിവൺ പ്രൊജക്ടിനെ ഓരോ വർഷവും ബജറ്റ് വിഹിതമായി നീക്കിയിരിപ്പ് തുക വെട്ടിക്കുറച്ചുകൊണ്ട് പ്രൊജക്ടുകളുടെ എണ്ണം പരിമിതിപ്പെടുത്തിക്കൊണ്ട് അവർ കുറച്ചുകൊണ്ട് വരികയായിരുന്നു. ആ കുറച്ചുകൊണ്ടുവരുന്നതിന്റെ തുടർച്ചയിൽ 2025 ഡിസംബർ മാസം അവർ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പുതിയ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് NGNREGA തകർക്കുക, ഇല്ലാതാക്കുക എന്ന നീക്കത്തിലേക്ക് വന്നു. പലരും ചിന്തിക്കുന്നുണ്ട്, NGNREGA പദ്ധതി ഇല്ലാതായാൽ എനിക്കെന്ത് ചേരും? പണിയെടുക്കുന്ന ഈ NGNREGA തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ലേ പ്രശ്നമുണ്ടെന്നോ ചിന്തിക്കുന്ന ഒരുപക്ഷെ RMS പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ആളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ റെയിൽവേ ജീവനക്കാരായിട്ടുള്ള ആളുണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്ത് കച്ചവടം നടത്തുന്ന ഭൂക്കച്ചവടക്കാരനോ അല്ലെങ്കിൽ സ്റ്റേഷനറി കച്ചവടക്കാരനോ ഉണ്ടാവും. എന്റെ വീട്ടിൽ നിന്ന് NGNREGA പണിക്ക് ആരും പോകുന്നില്ലല്ലോ, പിന്നെ എനിക്കെന്ത് ചേരും എന്ന് ചിന്തിക്കുന്നവർ, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഇന്ത്യ രാജ്യത്തിലെ കേവലം NGNREGA പ്രൊജക്ടിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യത്തെ മാത്രമല്ല NGNREGA എന്ന പ്രൊജക്ട് മാറ്റിമറിച്ചത്. അത് മാറ്റിമറിച്ചത് ഈ രാജ്യത്തിന്റെ ഗ്രാമീണ ജീവിതത്തിന്റെ പൊതുമുഖത്തെയാണ്. എങ്ങനെയാണോ ഈ നാട്ടിലെ തൊഴിലില്ലാത്ത പാവങ്ങളുടെ കൈകളിലേക്ക് വരുമാനം ഉണ്ടായപ്പോ ആ വരുമാനം ചെലവഴിക്കപ്പെട്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ 369 രൂപ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കൈകളിലെത്തിയപ്പോ ആ പാവപ്പെട്ടവൻ വിഷു വന്നാൽ, ഓണം വന്നാൽ, അല്ലെങ്കിൽ അവന്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ സ്കൂൾ ബാഗ് വാങ്ങാൻ, അവന്റെ മക്കൾക്ക് ചികിത്സ ആവശ്യം വന്നാൽ ആശുപത്രിയിലേക്ക് പോകാൻ, അവന്റെ മക്കളുടെ കുടുംബത്തിന്റെ ഇതര ചെലവുകൾക്ക് വേണ്ടി അവന്റെ പോക്കറ്റിൽ നിന്ന് NGNREGA സ്കീമിലൂടെ കിട്ടിയ തുക ചെലവഴിച്ചപ്പോഴാണോ പല കച്ചവട സ്ഥാപനങ്ങളിലും ചെറിയ കച്ചവടങ്ങളിലും നടന്നിട്ടുണ്ടാവുക. പീടികയിലെ മുട്ടായിയാവാം, അപ്പുറത്തെ ചായ കച്ചവടക്കാരന്റെ ചായയാവാം, തുണി കച്ചവടക്കാരന്റെ കടയിലെ തുണിയാവാം, എന്തുമാവട്ടെ നാടിന്റെ സാമ്പത്തിക പ്രവർത്തനത്തെ മാറ്റിമറിക്കുന്നതിൽ NGNREGA എന്ന പ്രൊജക്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൊജക്ടിൽ നീക്കിവെക്കുന്ന പണം അവർ വെട്ടിക്കുറച്ചു, പ്രൊജക്ട് ഇല്ലാതാക്കുന്നതിലേക്ക് പോയി. ഈ പ്രൊജക്ട് ഇല്ലാതാക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ ഏതെല്ലാമാണെന്ന് എണ്ണിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഗ്രാമീണ ജനവിഭാഗത്തിന്റെ ആകെ ജനജീവിത നിലവാരത്തെ ഈ പദ്ധതി ഇല്ലാതാക്കുന്നതിലൂടെ, തകർക്കുന്നതിലൂടെ അത് ബാധിക്കാൻ പോകുന്നു. ജനജീവിതത്തിന്റെ പൊതുജീവിത നിലവാരത്തെ ബാധിക്കാൻ പോകുന്നു. ആ ജീവിത നിലവാരത്തെ ബാധിക്കുന്നത് ഒന്ന്, അവരുടെ
ശേഷിയെ, അവരുടെ നിത്യജീവിതത്തിന്റെ ചിലവഴിക്കൽ ശേഷിയെ അത് ഇല്ലാതാക്കും എന്നുള്ളതാണ്. ചിലവഴിക്കൽ ശേഷിയെ ഇല്ലാതാക്കുന്നതിന്റെ ഒപ്പം തന്നെ മറ്റ് പല നിലയിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു. ഈ കൂട്ടത്തിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലേക്ക് കൂടി ഒന്ന് കടന്നു പോകുന്നതായിരിക്കും. കടന്നു പോകുന്നതാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ മന്ത്രിയുടെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു, അഭിവന്ദ്യനായ ആദരണീയനായ മഹാത്മജിക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിൽ അവതരിപ്പിക്കുന്നതിന്റെ പ്രസംഗം ആരംഭിച്ചിട്ടുള്ളത്. ഗാന്ധിജിയെ വെടിവെക്കുന്നതിന് മുമ്പ് വണങ്ങിയിരുന്നു എന്നുള്ളത് നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഗാന്ധിയെ വണങ്ങി ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ഗോഡ്സെയുടെ, നാഥുറാം ഗോഡ്സെയുടെ യഥാർത്ഥ പിൻഗാമികളാണോ RSS BJP എന്ന് തെളിയിക്കുന്ന നിലയിൽ ഗാന്ധിജിയെ രണ്ടാമതും കൊല്ലുന്ന ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോ ആ ബില്ലിന്റെ ആമുഖ പ്രസംഗത്തിൽ അവർ ആദ്യം പറഞ്ഞത് ഗാന്ധിജിയെ വണങ്ങുന്നു എന്നാണ്. ഗാന്ധിജിയെ വണങ്ങി ഗാന്ധിജിയെ രണ്ടാമതും കൊല്ലുകയായിരുന്നു. ഒന്ന്, ബില്ലിന്റെ പേര് മാറ്റി. ആ പേര് മാറ്റുന്ന ഇടത്ത്, ബില്ലിൽ നിയമത്തിന്റെ പേര് മാറ്റുന്നു എന്ന ഭാഗത്ത് ഗാന്ധിജിയുടെ പേര് പറഞ്ഞു അവർ ഗാന്ധിജിയെ ഇല്ലാതാക്കി. ആരായിരുന്നു ഗാന്ധി? 1948 ജനുവരിയിൽ ഇന്ത്യ രാജ്യത്ത് മതവർഗീയ ഭ്രാന്തന്റെ RSS രാഷ്ട്രീയത്താൽ എല്ലാം പ്രചോദിപ്പിക്കപ്പെട്ട ഒരു മതഭ്രാന്തന്റെ വെടിയേറ്റു മരിച്ച ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല ഗാന്ധി. ഗാന്ധിജി എന്ന പേര് ഇന്ത്യയിലെ ജനലക്ഷങ്ങളുടെ മനസ്സിൽ വികാരമായി, ജനലക്ഷങ്ങളുടെ ജീവിതത്തിന്റെ ദാർശനിക പരിവേഷമായി നിൽക്കുന്ന ഒരു പേരാണ്. നാഥുറാമിന്റെ അനുയായികൾക്ക് ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനാവില്ല. ഗാന്ധിജി എന്ന പേര് പോലും അവർക്ക് കേൾക്കുന്നത് അറുപ്പും വെറുപ്പുമാവാം. പക്ഷേ ഈ രാജ്യത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഗാന്ധിജി എന്ന പേര് ഹൃദയത്തിൽ അവരേറ്റിയിരിക്കുന്ന പേരാണ്. ഗാന്ധിജിയെ വധിച്ചവർ 992 മതനിരപേക്ഷതയുടെ മഹാഗോപുരമായിട്ടുള്ള ബാബരി മസ്ജിദിന്റെ പാഴികക്കുടങ്ങൾ അടിച്ചു തകർത്തവർ ഗോഡ്സെയുടെ, നാഥുറാം ഗോഡ്സെയുടെ പിന്മുറ ഗാന്ധി എന്ന മഹാനായ മനുഷ്യന്റെ പേരിൽ ഇന്ത്യയിൽ നിലനിന്ന ഏക നിയമത്തെയും ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് 2025 ഡിസംബർ മാസത്തിലെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഗാന്ധിജിയുടെ പേരില്ലാതാക്കിയ നിയമം, രാമന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട നിയമം, രാമന്റെ പേര് എന്തിനു കൊടുത്തു എന്നുള്ളതാണോ? രാമന്റെ പേര് കൊടുത്തത് വിശ്വാസികളെ വഞ്ചിക്കാനാണ്. രാമന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റിയാലും തൊഴിൽ ഇല്ലാതാക്കിയാലും പ്രശ്നമില്ല എന്നവർ ചിന്തിക്കുകയാണ്. വർഗീയവാദികളുടെ, മതരാഷ്ട്രവാദികളുടെ, ജനങ്ങളുടെ ഭിന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രയോഗമാണോ MG ഇല്ലാതാക്കിക്കൊണ്ട് GMG അവതരിപ്പിച്ചതിലൂടെ നാം കണ്ടത്. നോക്കൂ, രാമന്റെ പേരിൽ നിയമം അവതരിപ്പിക്കുന്നു, ബില്ല് അവതരിപ്പിക്കുന്നു, നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നു. ആ നിയമത്തിൽ ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഇന്നലകളിൽ ഉറപ്പുണ്ടായിരുന്ന, ഗ്യാരണ്ടിയായിരുന്ന 100 തൊഴിൽ ദിനങ്ങൾ അവർ ഇല്ലാതാക്കുന്നു. 100 തൊഴിൽ ദിനങ്ങൾ ഇല്ലാതാക്കി അവർ പറയുന്നു ഞങ്ങൾ 125 തൊഴിൽ ദിനങ്ങൾ നൽകുകയാണ്. 125 തൊഴിൽ ദിനങ്ങൾ നൽകുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയായി വരുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? 125 തൊഴിൽ ദിനങ്ങൾ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവർ തന്നെ പറയുന്നത് കേന്ദ്ര സർക്കാർ 75 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് നൽകുക എന്നുള്ളതാണ്. നോക്കൂ, 60:40 60% ചെലവ് വഹിക്കുക കേന്ദ്ര സർക്കാരും 40% ചെലവ് വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരുമാണ്. 60-40 എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ കണക്ക് നോക്കുക. എന്താണ്? തൊഴിൽ ചെയ്ത വേതനത്തിന്റെ 100% നേരത്തെ കൊടുത്തിരുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ്. 100% കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ കൊടുക്കുമ്പോൾ 1 കോടി രൂപയും യൂണിയൻ ഗവൺമെന്റിന്റേതാണ്. 60:40 എന്ന് പറഞ്ഞാൽ അതിൽ 40 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകണമെന്നാണ്. സംസ്ഥാന സർക്കാർ നൽകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ വെച്ച് വരുമാനത്തിന്റെ ഏറിയ പങ്കും യൂണിയൻ ഗവൺമെന്റിലേക്ക് പോവുകയും സംസ്ഥാന സർക്കാരുകൾക്ക് പണമില്ലാതിരിക്കുകയും ചെയ്യുന്ന വർത്തമാനത്തിൽ ഞങ്ങൾക്ക് ചെലവഴിക്കാൻ 40% ഇല്ലെന്ന് ഒരു സംസ്ഥാനം പറഞ്ഞാൽ ആ സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കപ്പെടില്ല. ഇനി 60:40 എന്ന് പറയുമ്പോ 100% ചെലവഴിച്ചിരുന്ന യൂണിയൻ ഗവൺമെന്റ് ആ 100%-ൽ നിന്ന് 60%-ലേക്ക് പോകുമ്പോ 125 തൊഴിൽ ദിനങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നതിന് സാമ്പത്തിക അർത്ഥത്തിൽ തന്നെ എടുത്താൽ ആ തുക കേവലം 75 ദിവസങ്ങളിലെ തുക മാത്രമാണ്. ആ തുക കേവലം 75 ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള തുക മാത്രമാണ്.
മെറ്റീരിയൽ കോസ്റ്റിന്റെ 90% കൊടുത്തിരുന്ന യൂണിയൻ ഗവൺമെന്റ് 78% കൊടുത്തിരുന്ന യൂണിയൻ ഗവൺമെന്റ് രണ്ടായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലും 60:40 എന്ന് വരുമ്പോ അവിടെയും യൂണിയൻ ഗവൺമെന്റ് നൽകിയിരുന്ന തുകയിൽ ഭീകരമായ കുറവുണ്ടാവുന്നു. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനം. എന്താണ്? ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നിങ്ങൾ ഇതിനെ മുന്നോട്ട് വെക്കുന്നു. തൊഴിലുറപ്പ് എന്നുള്ള സങ്കല്പത്തെ നിങ്ങൾ ഇല്ലാതാക്കുന്നു. എന്നിട്ട് കേവലം തൊഴിലുറപ്പ് എന്ന് കേവലം കേന്ദ്രാവിഷ്കൃത സ്കീം എന്ന രീതിയിലേക്ക് നിങ്ങൾ ഇതിനെ അവതരിപ്പിക്കുമ്പോ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോഴിവിടെ ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കൂട്ടത്തിൽ ഏതൊക്കെയുണ്ട്? അംഗനവാടിയുണ്ട്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കൂട്ടത്തിൽ ആശാ വർക്കർമാരുടെ പദ്ധതിയുണ്ട്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കൂട്ടത്തിൽ മിഡ് ഡേ മീൽ സ്കീമുണ്ട്. അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 60:40 എന്നാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തിലെ അംഗനവാടി ജീവനക്കാർ വാങ്ങുന്ന ശമ്പളത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 60:40 എന്ന് ഈ ഇന്ത്യ രാജ്യത്തിൽ എവിടെയെങ്കിലും യൂണിയൻ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ കേരളത്തിൽ അംഗനവാടി തൊഴിലാളികൾ വാങ്ങുന്ന ശമ്പളം അലവൻസ് എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അത് 10,000 രൂപയിൽ കൂടുതലാണ്. എന്നാൽ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ടതാവട്ടെ അവർക്ക് 3,000 ചില്ലാനമാണ്. അവർക്ക് ഹെൽപ്പർമാർക്ക് 2,000 ചില്ലാനാണ്. അപ്പോഴാരാണ് കൂടുതൽ കൊടുക്കുന്നത്? ഈ രാജ്യത്തിലെ അംഗനവാടി തൊഴിലാളികളുടെ കണക്കെടുത്താൽ കേരളത്തിലെടുത്താൽ ആ കേരളത്തിലെ ശമ്പളത്തിന്റെ 80% കൊടുക്കുന്നത്, റെമ്യൂണറേഷന്റെ 80% കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. നോക്കൂ നിങ്ങൾ കണക്കിലേക്ക്, 80% കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്. എന്താ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്? 60:40. ആശാ വർക്കർമാർ, ആ ആശാ വർക്കർമാർക്ക് ഇവിടെ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള വേതനം എന്ന് പറയുന്നത് എത്രയാണോ യൂണിയൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേതനം അവർക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത് 3,000 രൂപ ചുവടെ. എന്നാൽ കേരളത്തിലെ ആശാ വർക്കർമാർ വാങ്ങുന്ന റെമ്യൂണറേഷൻ എന്നുള്ളത് 10,000 മുകളിൽ, 10,000 രൂപക്ക് മുകളിൽ റെമ്യൂണറേഷൻ വാങ്ങുമ്പോ അത് 70%-ലധികം തുക കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ. ഇനി ഈ സമരത്തിൽ, കർഷക തൊഴിലാളികളുടെ ഈ സമരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ ഒരുപക്ഷെ ഈ സമരപ്പന്തലിൽ ഉണ്ടാവും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് യൂണിയൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് 60:40 കേരളത്തിലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളി വാങ്ങുന്ന പ്രതിമാസ ശമ്പളം അത് 10,000 മുകളിലാണ്. ചിലയിടങ്ങളിൽ PTA കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ചിലയിടങ്ങളിൽ പഞ്ചായത്തിൻ്റെതോ, ചിലയിടങ്ങളിൽ മറ്റു ചില സന്നദ്ധ സംഘടനകളുടെ കൂട്ടിച്ചേർക്കലുമെല്ലാം ചേർത്ത് കേരളത്തിലെ മിഡ് ഡേ മീൽ സ്കീമിനെ കേരളത്തിലെ ജനങ്ങൾ സംരക്ഷിക്കുകയാണ്. ആ മിഡ് ഡേ മീൽ സ്കീമിന്റെ പേര് മാറ്റി PM പോഷൻ എന്നിവരാക്കി മാറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുകയാണ്, ഈ മിഡ് ഡേ മീൽ വർക്കേഴ്സിന് യൂണിയൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേതനം എത്രയാണ്? ആ വേതനം എന്നുള്ളത് കേവലം 1,000 രൂപയാണ്. ഒരു ദിവസത്തേക്ക് ധരിച്ചു പോകരുത്, ഒരു മാസത്തേക്ക് 1,000 രൂപ കൊടുത്താൽ കേരളത്തിലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളിയായിട്ട് ആരെയാണ് ഇവിടെ കിട്ടുക? എനിക്ക് ഉറപ്പുണ്ട് ആരെയും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ നാട്ടിലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളെ സംരക്ഷിക്കാൻ, കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ 90% കൊടുക്കുകയാണ്. അപ്പോഴെന്താണ് ഈ സർക്കാരിന്റെ ഉദ്ദേശം? സർക്കാരിന്റെ ഉദ്ദേശം വ്യക്തമാണോ? ഈ നാട്ടിലെ സംസ്ഥാനങ്ങളുടെ, ഈ രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെ ചുമലിലേക്ക് MGNREG സ്കീം, തൊഴിലുറപ്പ് പദ്ധതിയുടെ ചിലവിന്റെ ആധിക്യത്തെ, ആവശ്യത്തെ മുഴുവനായും നൽകണം, ആ ചുമലിലേക്ക് ഇടണം എന്നുള്ളത് മാത്രമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. 2, ഈ നാട്, ഈ രാജ്യം സമരങ്ങളിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണോ ഇന്ത്യ എന്നുള്ളത്? ഇന്ത്യ എന്നുള്ളത് കേവലം കല്ലുവെച്ച് ഏതെങ്കിലും ഒരു തൊഴിലാളി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടമല്ല. ഇന്ത്യ എന്നുള്ളത് ബുൾഡോസറുകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള രാജ്യമല്ല. ഇന്ത്യ എന്നുള്ളത് തോക്കുകൊണ്ടും മിസൈൽ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള രാജ്യമല്ല. ഇന്ത്യ എന്നുള്ളത് കർഷകരും തൊഴിലാളികളും നടത്തിയിട്ടുള്ള, വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയിട്ടുള്ള, മഹിളകളും ഈ നാട്ടിലെ വയോജനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്റെ സൃഷ്ടിയാണ്. ഇന്ത്യ എന്നുള്ളത് ഒരു മഹത്തായ ആശയമാണ്. ആ ആശയത്തിന്റെ കാതൽ എന്നുള്ളത് ഫെഡറൽ സ്ട്രക്ചർ ആണ്. ഫെഡറൽ സ്ട്രക്ചർ സംസ്ഥാനങ്ങളുടെ അവകാശം. ആ സംസ്ഥാനങ്ങളുടെ അവകാശത്തെ ഈ നിയമം പൂർണ്ണമായി ഹനിക്കുന്നു. ഈ G1G ബില്ലിൽ
ഇവർ പ്രപ്പോസൽ ചെയ്തിട്ടുള്ള സമിതികളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് എന്താണ് അതിനകത്തുള്ള ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, അത് വലിയ പൂജ്യമാണ്. ഇനി മൂന്നും ഇന്ത്യയിലെ MGNREG പ്രൊജക്ട് ഈ രാജ്യത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ രാജ്യത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി ആസൂത്രണം ചെയ്ത് ആ ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതിയുടെ നിർവഹണത്തിന് മേൽനോട്ടം നൽകിയിട്ടുള്ള ഒരു ചരിത്രമാണ് MGNREG സ്കീം. ആ MGNREG സ്കീമിനകത്തുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതാക്കുന്നു. അവർക്ക് തീരുമാനമെടുക്കാനുള്ള, ആസൂത്രണം ചെയ്യാനുള്ള അവകാശം ഇല്ലാതാക്കുന്നു. അങ്ങനെ ഡൽഹിയിലെ കോട്ടയിലെ തമ്പുരാക്കന്മാർക്ക് ഇന്ത്യയിലെ പഞ്ചായത്തുകളുടെ ജനജീവിതത്തെ ആകെ ബാധിക്കുന്ന അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആകെ എല്ലാ അർത്ഥത്തിലും അവകാശാധികാരങ്ങളെ തകർക്കുന്ന ഒരു നിയമമായി റാംജി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിയമം ഇന്ത്യ രാജ്യത്തെ മഹത്തായ സമരങ്ങളുടെ ഉൽപ്പന്നമായിട്ടുള്ള MGNREG നിയമത്തെ ഇല്ലാതാക്കുന്നതിനെതിരായി രാജ്യവ്യാപകമായി വരുന്ന മഹാപ്രക്ഷോഭം, ആ പ്രക്ഷോഭം ഗ്രാമീണ ജനജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള സമരമാണ്. കോർപ്പറേറ്റുകൾക്കായി കോടികൾ എഴുതിത്തള്ളുന്ന സർക്കാർ, ടാറ്റക്കും ബിർളക്കും അംബാനിക്കും അദാനിക്കും എല്ലാമായി കോടികൾ നൽകുന്ന സർക്കാർ, അവരുടെ വിമാനത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പറന്നിറങ്ങുന്ന ഇന്ത്യ സർക്കാരിന്റെ പ്രതിനിധികൾ അവരോട് ഞങ്ങൾ പറയുകയാണ്, ഇന്ത്യ ജനാധിപത്യ രാജ്യത്തിൽ അദാനിക്കും ഒരു വോട്ടാണോ, കർഷക തൊഴിലാളിക്കും ഒരു വോട്ടാണോ, നിർമ്മാണ തൊഴിലാളിക്കും ഒരു വോട്ടാണോ, ടാറ്റക്കും ഒരു വോട്ടാണോ? പക്ഷേ കബളിപ്പിക്കപ്പെട്ട മനുഷ്യർ തെറ്റായ തീരുമാനത്തിനായി കൈപൊക്കിപ്പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ചിത്രം. ഈ ചിത്രത്തെ മാറ്റി എഴുതാൻ പറ്റുന്ന മഹത്തായ ബഹുജന സമരം രാജ്യത്ത് ഉയർന്നു വരിക തന്നെയും പതിതരായ മനുഷ്യരുടെ പോരാട്ട വീര്യമാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത്. നൂറ്റാണ്ടുകാലക്കാലം നീണ്ടുനിന്ന മഹത്തായ സമരത്തിലൂടെയാണോ ബ്രിട്ടീഷുകാരെ കീഴടക്കാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്? അതുകൊണ്ട് കർഷകരും തൊഴിലാളികളുമായ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ, ആ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, തൊഴിലെടുക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകും. ആ സമരം ലേബർ കോഡിന്റെ വിഷയവും, ആ സമരം കർഷക നിയമത്തിനെതിരായിട്ടുള്ള വിഷയവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള മഹാപ്രക്ഷോഭമായിട്ട് രാജ്യത്ത് മാറുക തന്നെ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും ഈ ഗ്രാമീണ ജീവിതത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന നല്ല ബോധ്യത്തോടുകൂടി, പ്രിയപ്പെട്ടവരെ, സമരമാണ് ഏക വഴിയെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്ത് ചാടാനുള്ള ഏറ്റവും ധീരമായിട്ടുള്ള തീരുമാനമെടുക്കുകയാണ് കർഷകരും തൊഴിലാളികളുമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, പ്രിയപ്പെട്ടവരെല്ലാം നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്ത് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.